എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദൈവ സ്നേഹത്തെ ഒന്ന് ഓർത്തു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. എത്ര മഹാസ്നേഹമാണ് ദൈവം നമ്മുടെ മേൽ പകർന്നത്. തന്റെ ഓമന പുത്രനായ യേശുവിനെ ഈ താണ ഭൂമിയിലേക്ക് അയച്ചതാണ് ദൈവത്തിന് നമ്മോടുള്ള ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. എത്ര പേർ ആ ദൈവ സ്നേഹത്തെ തിരിച്ചറിയുന്നുണ്ട്? ഹല്ലേലൂയ. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി പാപമില്ലാത്ത പരിശുദ്ധനായ പരമോന്നതനായ നമ്മുടെ കർത്താവ് ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മാനവരാശിയെ മുഴുവൻ രക്ഷിപ്പാനായി സ്വർഗ മഹിമകളെ വെടിഞ്ഞ്, ആ രാജകീയ പ്രൗഢി വെടിഞ്ഞ്, അവൻ ഉന്നതമാകുന്ന ഭാവി കളഞ്ഞ് ദൈവം തമ്പുരാൻ ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. വേഷത്തിൽ മനുഷ്യനായി പിറന്ന് അവൻ ഹല്ലേലൂയ ഒരു കന്യകയിൽ ഉദയം ചെയ്ത് മാനവരാശിക്ക് വേണ്ടി ഈ ഭൂമിയിൽ അവൻ ഒരു മനുഷ്യ കുഞ്ഞായി പിറക്കുകയാണ്. ഏകദേശം 33 തിരുവയസ്സ് വരെ ഈ ഭൂപരപ്പിൽ എന്റെ കർത്താവ് വാണു, ജീവിച്ചു. അവൻ നല്ലൊരു നായകനായിരുന്നു, അവൻ നല്ലൊരു ഗുരുവായിരുന്നു, അവൻ നല്ലൊരു മകനായി ജീവിച്ചു കാണിച്ചു, അവൻ നല്ലൊരു സഹോദരനായി ജീവിച്ചു കാണിച്ചു. ഹല്ലേലൂയ. ഭാവികളെ രക്ഷിപ്പാനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന എന്റെ യേശു കർത്താവ് അവൻ അനേകരെ സ്നേഹിച്ചു, അനേകരെ ശിഷ്യന്മാരായി സ്വരൂപിച്ചു കൂട്ടി. അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായപാലനം നടത്തുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തു. ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്തു. അവനെ പോലെ സ്നേഹമുള്ളവനായി അവൻ ഈ ഭൂലോകത്തിൽ ആരെയും കാണുവാൻ കഴിയുകയില്ല. എന്റെ യേശുവിന് തുല്യം ചെല്ലുവാൻ മറ്റൊരു ദൈവത്തെ കാണുവാൻ കഴിയില്ല. യേശു മാത്രം ഉയർന്നവൻ, യേശു മാത്രം ഉന്നതൻ, യേശു മാത്രം ശ്രേഷ്ഠനായ കർത്താവ്. യേശുവിനെ പോലെ മറ്റൊരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയില്ല. 33 തിരുവയസ്സ് വരെ ഈ താണഭൂമിയിൽ അവൻ ഒരു ശ്രേഷ്ഠ പുരോഹിതനായി, ഒരു ശ്രേഷ്ഠ ഇടയനായി, ഒരു ശ്രേഷ്ഠ മഹത്വമുള്ളവനായി, ഒരു നല്ല മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അത് എനിക്ക് വേണ്ടിയായിരുന്നു, എന്റെ പാപങ്ങളെ തുടച്ചു നീക്കുവാൻ വേണ്ടിയായിരുന്നു, എന്നെ സംരക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു.